ഇതിപ്പോൾ നിങ്ങൾ പെൺകുട്ടികൾക്ക് ഇപ്പോൾ എക്സാം ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ വരുന്ന സമയത്ത് പീരിയഡ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പീരിയഡ്സ് ഡിലേ ആക്കാനുള്ള ടാബ്ലറ്റ്സ് എടുക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലേ? അങ്ങനെ പീരിയഡ്സ് ഡിലേ ആക്കാനുള്ള ടാബ്ലറ്റ്സ് എടുക്കുകയോ പിൽസ് എടുക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് ഏതെങ്കിലും രീതിയിൽ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഹെൽത്തി ആണോ? ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഇപ്പം പീരീഡ്സ് ഡിലേ ചെയ്തറിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. മേ ബി ഒരു 10 days അങ്ങനെയൊക്കെ ഡിലേ ചെയ്ത് വിചാരിച്ചിട്ട് നമുക്ക് യൂഷ്വലി വലിക്കും. ലോങ് ടൈം ഹോർമോണൽ തെറാപ്പി എടുക്കുമ്പോഴാണ് അവർക്ക് ഇറഗുലർ സൈക്കിൾസ് ഒക്കെ പിന്നെ ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും, ഒരു പെയിൻഫുൾ പിന്നെ പീരീഡ്സ് ഉണ്ടാവാനുള്ള ഇതുണ്ടാക്കും. ഷോർട്ട് ഡ്യൂറേഷൻ യൂഷ്വലി കുഴപ്പമൊന്നുമില്ല. യൂഷ്വലി നമ്മൾ മൈൽഡായിട്ടുള്ള പ്രൊജസ്ട്രോൺ കണ്ടൻറ്റുള്ള നോറിത്തിസ്റ്റോൺ പോലത്തെ ഡ്രഗ്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇതും തന്നെ ആക്ച്വലി ആൾക്കാർ ചെയ്യാറുണ്ട്. പീരീഡ്സ് എക്സാമൊക്കെ വരുമ്പോൾ അതിൻ്റെ തലേന്ന് എടുത്ത് കഴിക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് പീരീഡ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മിനിമം 5 days പ്രീവിയസ്ലി എങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ലാസ്റ്റ് പീരീഡ്സ് വന്നതിൻ്റെ 5 days മുമ്പല്ല എക്സ്പെക്റ്റഡ് ടൈം. ഇപ്പോൾ ചില ആൾക്കാർക്ക് 25 days സൈക്കിളായിരിക്കും. അപ്പോൾ ലാസ്റ്റ് പീരീഡ്സിൻ്റെ 5 days മുമ്പായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെയും 5 days മുമ്പായിരിക്കണം നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ്ലി പോയി വാങ്ങിച്ച് കഴിക്കരുത്. യു ഹാവ് ടു കൺസൾട്ട് എ ഗൈനക്കോളജിസ്റ്റ്, ടേക്ക് ഹർ അഡ്വൈസ്, ദെൻ യു ടേക്ക്. അതുപോലെ എല്ലാ കുട്ടികൾക്കുള്ളൊരു കൺസേൺ ആയിരിക്കും. ചില ആൾക്കാർ കുറ്റം പറയുമായിരിക്കും, ചില സമയത്ത് പെൺകുട്ടികൾ പീരിയഡ്സിൻ്റെ സമയത്ത് ഭയങ്കര പെയിൻ അനുഭവിക്കുമ്പോൾ അത്ര പെയിനൊക്കെ നമ്മൾ ഇത്രയും ഞങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് എന്നെ വളർന്നതെന്ന് ചിലപ്പോൾ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ആൾക്കാർക്ക് ഈ പറഞ്ഞ പലർക്കും പലതായിരിക്കുമല്ലോ എക്സ്പീരിയൻസ് ഉണ്ടാവുക. ഈ പീരിയഡ്സ് സമയത്ത് ഉണ്ടാകുന്ന പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂഷ്വലി നിങ്ങൾ ഗൈനക്കോളജിസ്റ്റുകൾ അഡ്വൈസ് പീരീഡ്സിൻ്റെ പെയിൻ നമ്മൾ ഡിസ്മനോറിയ എന്നാണ് പറയുന്നത്. പിന്നെ ഇത് മിക്ക കുട്ടികൾക്കും ഒരുപാട് കുട്ടികൾക്ക് അനുഭവിക്കുന്നതാണ്. നല്ല സിവിയർ പെയിൻ, ഈ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഇല്ല കേട്ടോ. നല്ല സിവിയർ പെയിനുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് ഈ PMS പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഈ ഡിസ്മെനോറിയ നല്ല സിവിയറായിട്ട് അനുഭവിക്കുന്ന കുട്ടികൾ, അത് 2 വിധമുണ്ട്. ഒന്ന് കൺജസ്റ്റീവ് ആയിട്ടുള്ള മസ്കുലേച്ചർ പെയിൻ ആകാം, ഇല്ലെങ്കിൽ സർവൈക്കൽ ഓപ്പണിംഗ് പിന്നെ തിന്നായത് കൊണ്ടും പെയിൻ ഉണ്ടാവാം. ഈ സർവൈക്കൽ ഓപ്പണിംഗ് തിന്നായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഓസ് ക്ലോസ്ഡ് അങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഫസ്റ്റ് ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് ഈ പെയിൻ മാറിക്കിട്ടാറുണ്ട്. പക്ഷേ മസ്കുലേച്ചർ പെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ അത് ത്രൂ ഔട്ട് അവർ ലൈഫ് ആസ് ഫാർ ആസ് വി ആർ ഗെറ്റിംഗ് ദ പീരീഡ്സ് വരെ ഈ പെയിൻ ഉണ്ടാകും. ഇത് കുറയ്ക്കാൻ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ്സ് പോലത്തെ മെഡിസിനാണ് നമ്മൾ വെച്ചാൽ അലോപ്പതി കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ പോലത്തെ ക്യാപ്സ്യൂൾ ഒരു 3 to 4 months കണ്ടിന്യൂസ്ലി എടുത്താൽ മേ ബി ഒരു 70% ഓഫ് ദ ഇഫക്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ ആയുർവേദയിലും ഉണ്ട് കുറച്ച് മെഡിസിൻസ് അവർ കൊടുക്കുന്നുണ്ട്. മെൻസ്കോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെഡിസിൻസ് അവരും ഈ 3 to 4 months തന്നെയാണ് കൊടുക്കുന്നത്. ബേസിക്കലി എല്ലാം ആൻറ്റി ഓക്സിഡൻസ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ യൂട്രസ് മസ്കുലേച്ചർസിലെ ബ്ലഡ് സപ്ലൈന് അത് ഒന്നും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് അപ്പം നല്ല ബ്ലഡ് സപ്ലൈ നടക്കുമ്പം ആ മസ്കുലേച്ചർ ഒന്ന് റിലാക്സ്ഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ കൺട്രാക്ഷൻ പെയിൻ കുറച്ച് കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമായിരിക്കും പീരിയഡ്സിൻ്റെ സമയത്ത് എന്താ യൂസ് ചെയ്യേണ്ടതെന്ന്. അതായത് പാഡ്സ് യൂസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്നതാണോ, ടാമ്പൺസ് യൂസ് ചെയ്യുന്നതാണോ കുറച്ചും കൂടെ ഹെൽത്തിയർ എന്ന് ചോദിച്ചാൽ ആസ് എ ഗൈനക്കോളജിസ്റ്റ് ചെയ്ത് അഡ്വൈസ് ചെയ്യുക? അറ്റ് പ്രസൻറ്റ് എനിക്ക് തോന്നുന്നു നല്ല ഹൈജീനിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ബെസ്റ്റ് മെത്തേഡ് കപ്സ് തന്നെയാണ്. കാരണം ഒന്നാമത് നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പാഡാണെങ്കിലും ടാമ്പൂണാണെങ്കിലും ഇന്നത്തെ കാലത്ത് ഡിസ്പോസൽ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോബ്ലം, മേജർ പ്രോബ്ലമാണ് നമ്മുടെ, അല്ലേ? അപ്പം ഇത് ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഈസിലി യൂസബിൾ ആണ്. പിന്നെ ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, ഇപ്പം മാരേജ് ചെയ്യാത്ത കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് യു ക്യാൻ യൂസ് ഇറ്റ്. സ്മോൾ സൈസ് കപ്സ് യു ക്യാൻ യൂസ് ഇറ്റ്. പിന്നെ അത് ഹെൽത്തിയുമാണ് ആക്ച്വലി. കാരണം നിങ്ങൾക്ക് പിന്നെ ഹോട്ട് വാട്ടറിൽ വാഷ് ചെയ്ത് സോപ്പ് വാട്ടറൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്ത് വയറുവേദന ഓഫ് കോഴ്സ് ഉണ്ടാവുന്ന പെൺകുട്ടികളുണ്ടായിരിക്കും. ഈ പീരിയഡ്സിന് മുമ്പായിട്ട് ചെസ്റ്റ് പെയിൻ വരുന്ന പെൺകുട്ടികളുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ചെസ്റ്റ് പെയിൻ വരുന്നത് സാധാരണമാണോ, അല്ലെങ്കിൽ അതെന്തെങ്കിലും ബ്ലഡ് സൈൻ തരുന്നുണ്ടോ? അങ്ങനത്തെ ആശങ്കകൾ പറഞ്ഞ ആളുകൾ വരാറില്ലേ? ബ്ലഡ് സൈൻസ് ഒന്നുമില്ല. ലൈക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന നമുക്ക് മോർ ദാൻ 100 സിംറ്റംസ് ഉണ്ട്. പ്രീ മെൻസ്ട്രൽ സിൻഡ്രം. വൺ അമംഗ് ദാനാണ് ബ്രസ്റ്റ് പെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ലെഗ് പെയിൻ ഉണ്ടാവും, ക്രാംസ് ഉണ്ടാവാം, മലൈസ് ഉണ്ടാവും, വീക്ക്നെസ്, പിന്നെ ഇറിറ്റേഷൻ, അല്ലേ, മൂഡ് സ്വിങ്സ്. കുറേ ആൾക്കാർക്ക് ഉണ്ടാവുന്നില്ല അത്, ഓബ്വിയസ്ലി, അല്ലേ? എല്ലാവരും അനുഭവിക്കുന്നുണ്ടാക്കും, ഇതുപോലെ ഉണ്ടാക്കും. അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. വൺസ് നമ്മൾ പീരീഡ്സിൻ്റെ ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെയിൻസ് കുറയും.